ഇരട്ടക്കൊലക്കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. CPIM-ന് വൻ തിരിച്ചടി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ്, ശരത്ലാൽ എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷ പ്രഖ്യാപിച്ച് എറണാകുളം CBI പ്രത്യേക കോടതി. 1 മുതൽ 8 വരെ പ്രതികൾക്കും 10-15 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും ചുമത്തി. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 CPIM നേതാക്കൾക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയും വിധിച്ചു. പെരിയ ഇരട്ട കൊലക്കേസ് വിധിയിൽ പൂർണ്ണ തൃപ്തരല്ലെന്ന് കൊല്ലപ്പെട്ടവരുടെ കുടുംബം. വധശിക്ഷ പ്രതീക്ഷിച്ചെന്നും കേസുമായി മുന്നോട്ടു പോകുമെന്നും പെരിയ കേസിലെ വിധിയിൽ കൃപേഷിന്റെയും ശരത്തിന്റെയും കുടുംബാംഗങ്ങൾ. ശിക്ഷ കുറഞ്ഞതിനാൽ പ്രോസിക്യൂട്ടറുമായി ആലോചിച്ച് ഏതറ്റം വരെയും പോയി ശിക്ഷ നേടിക്കൊടുക്കുമെന്നും കുടുംബം. കോൺഗ്രസ് നേതാക്കൾ ഇരുവരുടെയും സ്മൃതി മണ്ഡപത്തിൽ മുദ്രാവാക്യം വിളിച്ചു. എന്നാൽ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ വ്യക്തമാക്കി. നരഹത്യ കേസിൽ നടൻ അല്ലു അർജുന് ജാമ്യം. നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. നേരത്തെ തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. പുഷ്പ പ്രീമിയർ ഷോക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ ചിക്കടപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 11ാം പ്രതിയാണ് അല്ലു അർജുൻ. 50,000 രൂപയും 2 ആൾ ജാമ്യവും എന്ന 2 വ്യവസ്ഥകളോടെയാണ് സ്ഥിരം ജാമ്യം അനുവദിച്ചത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിതെളിയും. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 9 മണിക്ക് നടക്കുന്ന ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വെള്ളാർമല GHSS-ലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘനൃത്തം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അരങ്ങേറും. നഗരത്തിലെ 25 വേദികളിലായി 249 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. ജനുവരി 4-ന് ആരംഭിക്കുന്ന കലോത്സവം ജനുവരി 8-ന് അവസാനിക്കും. മലപ്പുറത്ത് നേതൃമാറ്റം. VPN-ൽ CPIM ജില്ലാ സെക്രട്ടറി. താനൂരിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിലാണ് EN മോഹൻദാസിന് പകരം VPN-ലിനെ പുതിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. അനാരോഗ്യം മൂലം സെക്രട്ടറി സ്ഥാനം ഒഴിയാൻ നിലവിലെ ജില്ലാ സെക്രട്ടറി തയ്യാറായതോടെയാണ് പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്. 38 അംഗ ജില്ലാ കമ്മിറ്റിയിലേക്ക് 12 പുതുമുഖങ്ങളെ കൂടി തെരഞ്ഞെടുത്തു. സംസ്ഥാന BJP-യിൽ നേതൃമാറ്റത്തിന് നീക്കം. രാജീവ് ചന്ദ്രശേഖറും MT രമേശും ശോഭാ സുരേന്ദ്രനും പരിഗണനാ പട്ടികയിൽ. കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്നും നേതൃനിരയിലേക്ക് പുതിയൊരു മുഖം വരട്ടെ എന്നുമുള്ള നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. അണ്ണാ സർവകലാശാലയിലെ പീഡനത്തിൽ പ്രതിഷേധിച്ചതിന് നടിയും BJP നേതാവുമായ ഖുശ്ബു അറസ്റ്റിൽ. പോലീസിന്റെ അനുമതിയില്ലാതെയായിരുന്നു പ്രതിഷേധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അറസ്റ്റ്. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നിരവധി നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡിസംബർ 23-ന് രാത്രി 8 മണിയോടെയാണ് അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായത്. കാലിഫോർണിയയിൽ വിമാനം തകർന്ന് 2 മരണം. വാണിജ്യ കെട്ടിടത്തിലേക്ക് വിമാനം തകർന്നു വീണാണ് അപകടം. 18 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് അപകടം ഉണ്ടായത്. ഫുള്ളർട്ടൺ മുനിസിപ്പൽ എയർപോർട്ടിന് സമീപത്തുള്ള വാണിജ്യ കെട്ടിടത്തിലേക്ക് വിമാനം പതിക്കുകയായിരുന്നു. സിഡ്നിയിൽ നടന്ന ബോർഡർ ഗവാസ്കർ പരമ്പരയിലെ 5ാം ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 185 റൺസിന് പുറത്ത്. 72.2 ഓവറുകൾ നീണ്ട ഇന്ത്യൻ ഇന്നിംഗ്സിൽ 98 പന്തിൽ നിന്ന് 40 റൺസ് എടുത്ത ഋഷഭ് പന്താണ് ടോപ്പ് സ്കോറർ. ഇന്ത്യക്ക് വേണ്ടി രോഹിത്തിന്റെ അഭാവത്തിൽ ജയ്സ്വാളിനൊപ്പം ഓപ്പണിംഗ് ഇറങ്ങിയത് KL രാഹുലാണ്.